കണ്ണൂരിലെ മാടായി പള്ളിയും മാടായി കാവും ചേരുന്നത് മതമൈത്രിയുടെ ചരിത്രശേഷിപ്പുകൾ അവശേഷിക്കുന്നിടത്താണ്. വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ ആ ചരിത്രത്തിലേക്ക് വീണ്ടും. മനോഹരമായ കിള്ളി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായി പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം. മാടായി പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്കു പള്ളിയുടെ മിനാരങ്ങൾ കാണാം, വടക്ക് മാടായി കാവും. വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട്. പള്ളി പണിയാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറക്കൽ തമ്പുരാനാണെന്നത് ചരിത്രം. 1342 സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മാടായി പള്ളിയിലെത്തിയ ശേഷം ഇങ്ങനെ എഴുതി: അവിടുത്തെ ജുമാഅത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു. തോറ്റമ്പാട്ടി പറയുന്നുണ്ടല്ലോ, മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി മലനാട്ടിലെ പള്ളി മാടായി പള്ളി എന്നാണ്. അതായത് മക്കത്ത് പള്ളി ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ മലബാറിലെ പള്ളി ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പള്ളിയാണ് മാടായി പള്ളി എന്നാണ്. മാത്രമല്ല വടക്കേ മലബാറിൻ്റെ മതമൈത്രിയുടെ ഒരു പ്രധാന ഗേഹം കൂടിയാണ് മാടായി പള്ളി. ഇതിൻ്റെ ഈ സ്ഥലം നൽകിയത് ചിറക്കൽ രാജാവാണ്. അത്രമേൽ ഹൈന്ദവ മുസ്ലിം സാഹോദര്യം ഇക്കാലഘട്ടത്തിലുണ്ട്. നോമ്പ് നാളുകളിൽ മാടായി പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നതാണ്. 200-ൽ പരം ആൾക്കാർ, ചിലപ്പോൾ 300 വരെ ആൾക്കാർ നോമ്പ് തുറക്കെത്താറുണ്ട്. അതിൽ വൈവിധ്യങ്ങളായ ജനങ്ങൾ, അതായത് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. എല്ലാവരും നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് അവർ നോമ്പ് തുറന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു തിരുമുറ്റമാണ് മാടായിപ്പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നത്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ.